ഹരിണാക്ഷി ജനമൗലേ നിന്നെ തേടാനിനിയിടമുണ്ടോ? നിത്യനീളാനദി പോലി ജന്മം നിന്നെ തിരയുകയല്ലേ. ഞാൻ ചെറുപ്പത്തിലെ പഠിച്ച് പോന്നിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ ഒരു വഴിയാണ്. അപ്പൊ അത് സിനിമയിൽ ഇക്കാലത്തൊന്നും നമുക്ക് അതിന്റെ ഒരു പ്യൂരിറ്റിയിലൊന്നും ചെയ്യാനുള്ള വേദികൾ കിട്ടാറില്ല പൊതുവെ. ജയേട്ടന്റെ കൊണ്ട് പാടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൊതിയാണ്, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക എന്ന് പറയുന്നത്. പല കോടി ജന്മങ്ങൾക്കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ. യേശുദാസ് സാറിനെ കൊണ്ടൊക്കെ ഒരിക്കൽ പാടിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പല്ലവി മൊത്തത്തിൽ പാടും, അല്ലാതെ ഓരോ വരിയായിട്ടല്ല, മൊത്തത്തിൽ പാടും. തെറ്റിയ വീണ്ടും ആ പല്ലവി മൊത്തത്തിൽ പാടും. അങ്ങനെ ഒരു 3 പ്രാവശ്യമൊക്കെ പാടിയതിനു ശേഷമാണ് നമ്മൾ പഞ്ചിങ്ങിന് അനുവദിക്കുള്ളൂ. ഈ ആത്മാർത്ഥതയ്ക്കൊക്കെ അപ്പുറം അതൊരു മോക്കിംഗ് ആണ്. അത് എന്താ പറയുക, ഒരു പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ച് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലേറും നാടായ പാലരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു ഉത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. ആ കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഒരു വേദന, അല്ലെങ്കിൽ അവരെ കാണുന്നവരുടെ കേൾക്കുന്നവരുടെ അവരുടെ കഥയെ കേൾക്കുന്ന കുഞ്ഞോറക്കുന്നിൻ അടിവാരത്ത് തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും അങ്ങനെയായിട്ട് നടന്ന പെണ്ണ് അവൻ്റെ ഒരു കഥയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഓർക്കുമ്പോൾ ആ പെണ്ണിനെ ഓർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അനിൽ പനച്ചൂരന്റെ കാര്യം ആദ്യം പറയാം. പുള്ളിയുടെ ഈ സ്പോണ്ടനിറ്റി എന്ന് പറയുന്നത് അത് എല്ലാം വളരെ ഭംഗിയുള്ള കാര്യങ്ങളായിരിക്കും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. രണ്ടായിരത്തി 2013 തുടങ്ങി തുടർച്ചയായി 5 വർഷം പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന പുരസ്കാരം, അതിൽ തന്നെ കളിയച്ഛന് ദേശീയ പുരസ്കാരവും ഉണ്ടായിരുന്നു. ഒരു സിനിമയെ അനുഭവവേദ്യമാക്കുന്നതിൽ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ സീനും പ്രേക്ഷകരിലേക്ക് എത്തുമ്പം അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പശ്ചാത്തല സംഗീതം ഒരുക്കുമ്പം ശ്രദ്ധിക്കുന്നത്? പശ്ചാത്തല സംഗീതം ശരിക്ക് ഞാൻ വിശ്വസിക്കുന്നത്, പശ്ചാത്തല സംഗീതം ഇല്ലാതെ ഒരു സിനിമ ഓക്കെ ആണെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് വളരെ ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ സിനിമയിൽ. എനിക്ക് തോന്നുന്നു ഒരു റിയലിസ്റ്റിക് സിനിമ എടുത്താൽ പോലും അതിലെ ഏറ്റവും അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യം മ്യൂസിക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മ്യൂസിക് ആസ് ആൻ ആർട്ട് വർക്ക് എന്ന് പറയുന്ന രീതിയിൽ സിനിമയെ സമീപിക്കുമ്പോൾ പശ്ചാത്തല സംഗീതം സിനിമയുടെ ചില സിനിമകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ സിനിമകൾ വരുമ്പോൾ അതിൻ്റെ കുറവുകൾ നികത്താൻ വേണ്ടി പശ്ചാത്തല സംഗീതം ചില ഏരിയയിലെങ്കിലും ഉപയോഗിക്കാൻ അവർ പറയും. ഇപ്പോൾ ഫോക്കസ് ആയില്ല ചില സീനുകൾ, അല്ലെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതിനപ്പുറത്തേക്ക് സിനിമ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരലൽ നെറേറ്റീവായിട്ട് മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ അതൊരു നല്ല പശ്ചാത്തല സംഗീതം. അത് മാത്രമല്ല ഡയറക്ടർക്ക് ഒരു ധാരണ, അത് എന്ത് സംഗീതമാണെന്ന് ചിലപ്പോൾ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇവിടെ ഒരു സംഗീതം വരേണ്ടതുണ്ട് എന്ന ഒരു സംവിധായകനൊരു ധാരണ വരുമ്പോഴാണ് കൂടുതൽ വർക്കാവുന്നത് പശ്ചാത്തല സംഗീതം. അപ്പോൾ അതിന് നമ്മൾക്ക് പണി കുറച്ചും കൂടി എളുപ്പമായി. അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ജോലി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് തരം
ഇത് ഉപയോഗിക്കണം, റൂട്ട് സ്കെയിലോ അല്ലെങ്കിൽ ഡൈനാമിക്സോ സൈലൻസോ അല്ലെങ്കിൽ കയറ്റിറക്കങ്ങൾ എന്ന് പറയുമല്ലോ, ഇവിടെയൊക്കെ നമുക്കൊന്ന് വ്യാപ്തി കൂട്ടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളിൽ നമ്മൾ കൂടുതൽ രസകരമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അപ്പുറത്തൊരു റേഡിയോ ഓൺ ചെയ്ത പോലെ അത് ഓണാക്കി വെക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല സിനിമകൾക്ക് നല്ല പശ്ചാത്തല സംഗീതം ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പശ്ചാത്തല സംഗീതം കൊണ്ടൊരു സിനിമയെ നല്ലതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. വർക്കബിളാക്കാൻ പറ്റും, നല്ലതാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അല്ല, ഓരോ സീനും ഇപ്പൊ നമുക്ക് കാഴ്ചക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു സീൻ നമ്മളിലൊരു ഫീൽ ഉണ്ടാക്കുന്നതിൽ അതിനൊരു വലിയ പിന്നെ പശ്ചാത്തല സംഗീതം ഒരു അവസാന വാക്കായിട്ട് ഇതിന് ഈ പശ്ചാത്തല സംഗീതമേ പറ്റൂ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം മ്യൂസിക്കിനാണ് ഒരു കോടാനുകോടി ഓപ്ഷൻസ്, ഇതല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എവിടെയോ ഒരു ധാരണ ഉണ്ടായി, ഒരു കൺസെൻസസ് എത്തുമ്പോൾ അതങ്ങ് ഫിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് പകരം ഒരു 100 ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സംഗീതത്തിൽ മാത്രമേ അത് പറ്റുള്ളൂ. എഡിറ്റിങ്ങിൽ ഒക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്തതാണല്ലോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പശ്ചാത്തല സംഗീതത്തിന്റെ ഏരിയയിൽ മാത്രമാണ് ഇത് ഓപ്ഷൻസ് ഇങ്ങനെ കൂടുതലും. അപ്പൊ എവിടെയെങ്കിലും ഒരു ധാരണ എത്തുന്നു, അത് പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സംവിധായകനും ഓക്കെയാണ്, നമ്മൾക്കും ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അത് ഓക്കെ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കളിയച്ചൻ പോലെ സിനിമകളിൽ അത് മ്യൂസിക്കലാണ്, ശരി, മ്യൂസിക്കൽ ജോൺറയിൽ വരുന്നൊരു സിനിമയാണ്. സോ അത് സംഗീതം കൊണ്ട് കൂടിയാണ് അത് പോകുന്നത്. ഇപ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളും ഒക്കെ ഈരടികളൊക്കെ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു അങ്ങനെ പല ശൈലികളുള്ള സിനിമകൾ പല വ്യത്യാസങ്ങളുണ്ട്. കളിയച്ചനിൽ തന്നെ ജീവിതമുണ്ട്, കലയുണ്ട്, പ്രണയമുണ്ട്, അതൊരു കവിതയുടെ ദൃശ്യാവിഷ്കാരം കൂടിയാണല്ലോ. അപ്പൊ അതിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സംഗീതം ഒരുക്കുക എന്ന് പറയുമ്പോൾ? അത് എനിക്ക് വല്ലാത്തൊരു അനുഭൂതി എന്നൊരു സിനിമ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ 100% മ്യൂസിക്കലാണ്. എന്തൊക്കെ കവിതകൾ എവിടെയൊക്കെ വരണം എന്ന സംവിധായക ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച് പോന്നിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ അത് സിനിമയിൽ ഇക്കാലത്തൊന്നും നമുക്ക് അതിൻ്റെ ഒരു പ്യൂരിറ്റിയിലൊന്നും ചെയ്യാനുള്ള വേദികൾ കിട്ടാറില്ല പൊതുവെ. അപ്പോൾ അത് കിട്ടുന്നു. പിന്നെ കഥകളി ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് കഥകളി. കഥകളിയുടെ ഏറ്റവും ആ ഒരു അത്രയും പ്യുവർ വേയിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ എസെൻസ് കൊണ്ടുവരിക, കഥകളി പദത്തിൻ്റെ ശൈലി കൂടി കൊണ്ടുവരിക. പിന്നെ കവിതകൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ, അങ്ങനത്തെ മ്യൂസിക്കലായിട്ടുള്ള കവിത, താള നിബദ്ധമായിട്ടുള്ള കവിതകൾ സംഗീതം ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ഇതുണ്ടായിരുന്നു. അതൊരു ഒരു പ്രണയാർദ്രമായിട്ടുള്ളൊരു സമീപനം തന്നെയായിരുന്നു ആ സിനിമയിൽ നമുക്ക് ഉണ്ടായത്. അത് ചെയ്ത ആ സമയത്തും അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഒരുപാട് അത് ചർച്ച ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രില്ല് എല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതിലെ ഹരിനാക്ഷി ജലമൗലി എന്നുള്ള പാട്ട് പാടുകയും ചെയ്തല്ലോ, ഒന്ന് പാടാവോ? രണ്ടുപേരും പാടാം. റഫീഖ്, ആ പാട്ട് റഫീഖാണ് എഴുതിയത്. ഹരിനാക്ഷി ജലമൗലേ നിന്നെ തേടാനിടമുണ്ടോ, നിത്യനീളാനദി പോലി ജന്മം നിന്നെ തിരയുകയല്ലേ, ഹരിനാക്ഷി ജനമൗലേ നിന്നെ തേടാനിടം ഉണ്ടോ. പാലേരി മാണിക്യത്തിലേക്ക് വരുമ്പോൾ സാംസ്കാരികമായി വളരാത്ത ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി നിലകൊള്ളുന്ന ഒരു കാലത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ ആ ഒരു സിനിമ. അപ്പൊ ആ കാലത്തെ ഒരു സംഗീതം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. ഫ്യൂഡൽ എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ അത് നടക്കുന്ന സമയം, പിന്നെ സ്ഥലം. ഇപ്പോൾ ഒരു നേറ്റീവ്
ഒരു സമയം മുമ്പ് ഉണ്ടാകുന്ന നമ്മളുടെ കേൾവികളും ഒക്കെ നമ്മൾ പിന്നീട് മാറിയല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന കേൾവികളുടെ ഒരു റിഫ്ലക്ഷൻ പോലെ ചെയ്യാവുന്നൊരു സംഗീതം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അന്ന് ഉപയോഗിച്ചിട്ടുള്ള കുറച്ചൊരു വുഡൻ വലിയ ലെതർ ഡ്രംസ് പോലെയുള്ള ടോണുകളും ഒരു എന്താ പറയുക ഫോറസ്റ്റ് ഡ്രംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെയാണ്. അത് കേരളത്തിൽ അത്ര പോപ്പുലർ ഒന്നും ആയിരുന്നില്ല ഒരു കാലത്ത്, ഈ വലിയ ഫോറസ്റ്റ് ഡ്രംസ്. പക്ഷെ അതിന് കാലദേശത്തിന്റെ അപ്പുറത്ത് ഒരു വല്ലാത്തൊരു ഇമോഷൻ ഉണ്ട് ഈ വലിയ ഡ്രം. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചു, അത് അവിടെ ചേരും എന്നുള്ളതാണ്. പിന്നെ ഒരു വൈൽഡ്ലിനെസ് ഉണ്ട് ആ സിനിമയ്ക്ക്, ഒരു മൃഗതൃഷ്ണ ഉണ്ടല്ലോ ആ സിനിമയിൽ. അപ്പൊ അതിനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു പെണ്ണിന്റെ അങ്ങനെ ഒരു ആദ്യത്തെ അങ്ങനെയുള്ള കേസാണെന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ റിപ്പോർട്ടഡ് റേപ്പ് കേസ് എന്ന് പറയുന്നത് അതാ. അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് പെയിനും പിന്നെ അതിന്റെ ഒരു രാഷ്ട്രീയവും സാമൂഹിക, നമ്മളിപ്പോ അത് ചെയ്യുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു നോയ്സ് ഉണ്ടല്ലോ, അതും കൊടുക്കാനാണ് ശ്രമിച്ചത്. ഫ്യൂഡൽ എന്നുള്ളതിന് ഈ പറഞ്ഞ പോലത്തെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന ചില ടൊണാലിറ്റികളാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ അതില് തന്നെ പാലേറും നാടായ എന്നുള്ള ആ പാട്ടില് ആ നാടിനെ മാത്രല്ല, ശരിക്കും ആ ഒരു കഥാപാത്രത്തിന് കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ട്. ഈ കവിത അതില് അദ്ദേഹം എഴുതിയത് ടി പി രാജീവന്റെ നോവലിൽ തന്നെയുള്ള കവിതയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇരുന്നപ്പോ രഞ്ജിത്ത് സാറാണ് പറഞ്ഞത്, അത് ആ കവിത നീ അത് ചെയ്തോളൂ, നമുക്ക് ചില 2-3 വരികളൊക്കെ ഇട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതൊരു കമ്പൈലേഷൻ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതൊരു പാട്ടായിട്ട് ടൈറ്റിൽ സോങ് വന്നാൽ ആ ഒരു ഭൂമികയും ക്യാരക്ടറും സിനിമയുടെ സ്വഭാവവും ഒക്കെ അത് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പൊ അത് നമുക്കൊരു പാട്ടായിട്ട് ഓപ്പണിങ്ങിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി പാടി അങ്ങനെ ഓർക്കസ്ട്ര ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ ദേശത്തേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ പെയിൻ ആണ് എന്നെ സ്വാധീനിച്ചത്. ദേശം ഇപ്പൊ അദ്ദേഹം എഴുതിയത് മറ്റേ പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അങ്ങനെ വടക്കൻ പാട്ട്, ഈ മറ്റേ ഇവര് പാണര് പാടുന്ന ഒരു ഈണത്തിലെ താളത്തിലാണ് പാടിയത്. അപ്പൊ അത് ദേശത്തെ അടയാളപ്പെടുത്തുമ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നിരിക്കെ നമ്മള് ആ കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഒരു വേദന, അല്ലെങ്കിൽ അവരെ കാണുന്നവരുടെ കേൾക്കുന്നവരുടെ അവരുടെ കഥയെ കേൾക്കുന്ന കുഞ്ഞോറക്കുന്നിൻ അടിവാരത്ത് തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും അങ്ങനെയായിട്ട് നടന്ന പെണ്ണ് എൻ്റെ ഒരു കഥയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഓർക്കുമ്പോ ആ പെണ്ണിനെ ഓർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആ പാട്ട് ശരിക്കും ആ ഒരു ഫീല് തരുന്നുണ്ട്. അതെ, അതൊരു ഫോക്ക്. അന്ന് നമ്മളെ ഒറിജിനൽ കേരള ഫോക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഈ സി ജെ കുട്ടപ്പൻ അദ്ദേഹത്തിന്റെ ഒക്കെ പാട്ടുകൾ പണ്ട് കേട്ടു. അപ്പൊ അവർ പാടുന്നതിന്റെ ഒരു മോഡുലേഷൻ ഉണ്ട്, ഈ ചെസ്റ്റും തൊണ്ടയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. എപ്പോഴും ഒരു പെയിന്റെ ഒരു ഇത് വരുന്നത് ഉള്ളിൽ നിന്നുള്ളൊരു പെയിൻ. നമ്മൾ ടിപ്പിക്കൽ ഒരു മ്യൂസിക് ടെക്നിക്സ് വെച്ചല്ലാതെ പാലേരി മാണിക്യം പെണ്ണൊരുത്തി ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ്. പെണ്ണൊരുത്തി മ്യൂസിക്കലാവും. അപ്പൊ കുറച്ചും കൂടി ടോക്കിംഗ് ആകുന്നൊരു അവസ്ഥയിലാണ് അത്. അവരുടെയൊക്കെ ഒരു ഇത് കൺസീവ് ചെയ്തിട്ടാണ് അത് ഇൻസ്പയർ ചെയ്തത്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിരാ നീന്തി കടന്ന പാട്ട്, അവളച്ചേറേലെ മീനിൻ്റൊപ്പം നീന്തി തുടിച്ചു വളർന്ന പെണ്ണ്, കല്ലൂരെ കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു നടന്ന പെണ്ണ്, കുഞ്ഞോറക്കുന്നിന്നടിവാരത്തിൽ തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും ആ
ആകാശചന്ദ്രന്റെ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയ പല്ലും മൂക്കും കവടിമണി പോലെ പൊക്കിൽ കൊടി പൂവിരിയും പോലെ ചുണ്ടും പല്ലും. തങ്കം ഒരു ത്രില്ലർ മൂവിയാണ്. ആ. സാധാരണ നമ്മൾ ത്രില്ലർ മൂവിക്ക് എടുക്കുന്ന ഒരു സംഗീതം അല്ല അതിൽ കാണുന്നത്. അതിൽ പൊതുവെ ഒരു ലൗഡായിട്ടാണല്ലോ പൊതുവെ ത്രില്ലർ മൂവികൾക്ക് കൊടുക്കുക. പക്ഷെ ഇതിൽ വളരെ എന്നാ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ത്രില്ലർ മൂവിയാണെങ്കിൽ അതൊരു മാസ് മൂവി അല്ല, കുറച്ച് ഒരു ഇമോഷണൽ ഇതും ക്യൂരിയോസിറ്റി, സസ്പെൻസ്, ഒരു സാധാരണക്കാരുണ്ടാകുന്ന ഒരു ഇതാണ്. പിന്നെ ഈ ഓഡിയൻസും സാധാരണക്കാരാണല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ഒരു വേവലാതി ആണ് സിനിമയുടെ ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ അവര് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, ശ്യാമും സംവിധായകൻ ആറാഫത്തും ആ രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു റീല് ചെയ്ത് കാണിക്കാം, അത് അങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെ ആകെ ടുവേർഡ്സ് എൻഡിലാണ് ഈ പറഞ്ഞ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് പോലീസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും വരുമ്പോൾ കുറച്ചൊന്ന് ലൗഡാക്കി എന്നുള്ളതേ ഉള്ളൂ. കൂടുതലും ഒരാളിലുണ്ടാകുന്ന ഒരു ക്രൈം ചെയ്താൽ അല്ലെങ്കിൽ ക്രൈമിൽ പെട്ടാൽ ചിലർ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു നീറ്റലുണ്ടാവുമല്ലോ. രണ്ട് മുഖം പ്രകടിപ്പിക്കണമല്ലോ. ഒന്ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്തു എന്ന് നമ്മൾക്കുള്ള അറിവ്, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ. അത് ഈ മ്യൂസിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃത്യം ഇതാണ് ഇതിന്റെ സംഗീതം എന്നൊന്നും ഇല്ല. ശരി അല്ല, അതങ്ങനെ വ്യത്യസ്തമായി വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തതാണ്. അത് ഇവര് ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഒരു കൺവെൻഷണൽ രീതിയിൽ തന്നെ ചെയ്തു പോകും. പൊതുവെ ഈ വേദന, സങ്കടം ഇതൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് വയലിനാണ്. പക്ഷെ താങ്കളുടെ ഒരു സംഗീതത്തില് അങ്ങനെ കണ്ടിട്ടില്ല. ഒന്ന് ലൈറ്റായിട്ടൊരു സംഗീതം കൊടുക്കുക എന്നുള്ളതേ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ മനഃപൂർവ്വം ആ ഒരു രീതിയെ മാറ്റാൻ ഇന്ന ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് എനിക്ക് പണ്ടുതൊട്ടേ അങ്ങനെ ഒരു വിശ്വാസമില്ല. വേദനയ്ക്ക് ചില രാഗങ്ങൾ എന്ന് പറയും. ശുഭവന്തരാളി ഉപയോഗിച്ച സങ്കടം, അത് നമ്മളുടെ ഒരു കേൾവിയുടെ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം പല പല സ്വരങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള രാഗങ്ങൾ, അത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആനന്ദം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഗത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒടുവിലെ ഒരു പോയിന്റ് ആനന്ദം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി സങ്കടം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആനന്ദിക്കായിട്ട് തോന്നി, ഒരു ട്രിപ്പിംഗ് പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിന്റെ ഏറ്റവും എക്സ്റ്റാറ്റിക് പോയിന്റ് എന്ന് പറയുന്നത് പ്ലഷർ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കടന്നുകൂടുന്ന ചില ഇത് മാത്രമാണ്. അത് വയലിൻ, ഗിറ്റാർ ഇന്നതിന്, വയലിൻ ഇന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ ഏറ്റവും ഇപ്പൊ സിത്താർ വളരെ ഈ സ്വർഗീയമായ ഇൻസ്ട്രുമെന്റ് ആണ്. അതിലും ഈ പറഞ്ഞ ജനറേറ്റ് ചെയ്യാം, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. പിന്നെ ഇത് വച്ചു കഴിഞ്ഞാൽ അതായി എന്ന് പറയുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ കമ്പോസ് ചെയ്യണമല്ലോ, നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യണം. അപ്പൊ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പൊ ഇത് പണ്ട് എപ്പോഴും അതൊരു കോമഡിയായി മാറി അല്ലേ. അങ്ങനെ അതത്രേ ഉള്ളൂ അതിന്റെ പരിപാടി. നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട്. ഈ രാഗം ഉപയോഗിച്ച സങ്കടമായിരുന്നില്ല, ലെയിൻ ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഒരു പശ്ചാത്തല സംഗീതം ചെയ്യുന്ന സമയത്ത് കഥ കേട്ട് മുഴുവനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഔട്ട്ലൈൻ കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നീട് അത് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ കാണുമ്പോൾ ഏറ്റവും തൃപ്തി തന്നിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ള ഒരു സിനിമ ഏതാണ്? പല നല്ല എനിക്കിഷ്ടപ്പെട്ട സിനിമകളും ബ്രീഫ് അതിനു മുമ്പ് ഒരുപാട് ബ്രീഫ് ചെയ്യാതെ ചെയ്തിട്ടുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ പോലുള്ള സിനിമ ബ്രീഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. മഹേഷ് പ്രധാൻ ബ്രീഫിങ്ങേ തന്നിട്ടില്ല, തന്നത് ചെരുപ്പിടാതെ ശപഥം ചെയ്യുന്ന ഒരാള്. അതൊരു കൗതുകമുണ്ട്, പക്ഷെ ഇത് എന്താണ് സിനിമ എന്നുള്ള കാണുമ്പോൾ തന്നെയാണ് അത് മനസ്സിലായിട്ടില്ല. തൊണ്ടി മുതൽ ഈ പറഞ്ഞ പോലെ അതിന്റെ വൺ ലൈൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു കുറച്ച് ഒരു സ്ഥലത്ത് പോയിട്ട്. അതിന്റെ ക്ലൈമാക്സും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫിക്സ് ചെയ്തത്.
പക്ഷെ ഈ സിനിമ അങ്ങനെ അല്ല അത് കാഴ്ചയിൽ വരുന്നത്. അപ്പൊ അതൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ, അദ്ദേഹം ശ്യാം സാറ് ചെറിയൊരു 1 ലൈൻ പറഞ്ഞു പോയുള്ളൂ, പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി. ചില സിനിമകൾ നേരെ വിപരീതവും വന്നിട്ടുണ്ട്. അപ്പൊ കഥ കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ചില സിനിമ. ഇവിടെ ഇരുന്ന് കരഞ്ഞ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യാത്ത സിനിമകളുണ്ട്. ഒട്ടുമല്ല എന്നല്ല, അത് കേട്ട ഒരു ഇത്. കാരണം അവിടെ ആക്ടേഴ്സ് വരുന്നു, ക്യാമറ വരുന്നു. അപ്പോൾ ഒരു കഥ നമ്മൾ പറയുന്ന ഇന്റൻസിറ്റിയിൽ ഇവർക്ക് ചിലപ്പോൾ നമ്മൾ ഷോട്ട് പ്ലേസ് ചെയ്യുമ്പോഴും ഈ ഒരു ആക്ടർ ആരും ആയിക്കോട്ടെ, അവരുടെ ആക്ടിങ് പാറ്റേൺസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതിൽ കാണുന്നത്. പക്ഷെ കഥ പറയുമ്പോൾ അതല്ല, നമുക്ക് പുതിയ അനുഭവമാണ്. അപ്പൊ അങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ. ഇപ്പൊ പണ്ട് ചെയ്തിരുന്നത് പറഞ്ഞിരുന്നു, ഓരോ സീനും കണ്ട് അതിനനുസരിച്ച് അങ്ങനെ കൊടുത്തു പോവുകയാണെന്നുള്ളത്. ഇന്നിപ്പോ അങ്ങനെ അല്ലല്ലോ. ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്തിട്ട് അത് സിനിമയായിട്ട് അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? പണ്ട് ലൈവാണ്, ലൈവ് വായിക്കുക ചെയ്യണം. കണ്ടിട്ട് സ്റ്റുഡിയോയില് ലൈവ് വായിച്ച്, അതായത് മ്യൂസിക് കമ്പോസർ ടൈമിംഗ് സെറ്റ് ചെയ്യും, ടൈമിംഗ് ടെമ്പോ സെറ്റ് ചെയ്യുക, ഇത് കണ്ടിട്ട് സ്കോർ എഴുതും, എന്നിട്ട് ഇവർക്ക് കൊടുക്കും. ഒരു റിഹേഴ്സൽ കഴിയുന്നു, സെറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു സസ്റ്റെയിൻ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഒറ്റ ടേക്കിലൊരു സീൻ വായിച്ചു തീരും. ഇന്നതല്ല, ഇന്ന് നമ്മള് സീൻ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുന്നു, അത് വായിച്ചു ടെമ്പോ സെറ്റ് ചെയ്ത് വായിച്ചു പോകുന്നു, കറക്ഷനില്ലെങ്കിൽ വീണ്ടും ചെയ്ത് അവിടെ സൈലൻസ് ഇടുന്നു, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ഇടുന്നു, എന്ത് വേണേ ചെയ്യാം. സൗകര്യങ്ങൾ കൂടി. പക്ഷെ അന്ന് ഞാനൊന്നും അത് ചെയ്തിട്ടില്ല. അത് ചെയ്യുന്ന കാര്യം ഇപ്പൊ വീഡിയോ കാണാനും ഇപ്പൊ നമുക്കറിയാം അതെന്താണ് ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സ് അറിയാം. അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കമ്പോസറിന്റെ കയ്യില് അല്ലെങ്കിൽ തലയിൽ കൃത്യമായിട്ടുള്ള എണ്ണം, താളം, ഇമോഷൻ എല്ലാം ഒതുങ്ങുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അത് വേറൊരു തരം പരിപാടിയാണ്. അത് ലതിക ടീച്ചർ ഒരിക്കൽ പറഞ്ഞത്. അത് ടീച്ചർ കുറെ ഹമ്മിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പറയും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒക്കെ ലൈവായിട്ട് ചെയ്യുന്നതിന്റെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് അത്. എഡിറ്റ് എല്ലാത്തിലും അത് ഉണ്ടല്ലോ. സിനിമാറ്റോഗ്രാഫിയിൽ നമ്മളിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു വ്യൂ ഫൈൻഡറിൽ അല്ല, മറ്റേ ഒരു എന്താ പറയുക, മോണിറ്റർ സ്ക്രീനിൽ കാണുന്നില്ല. ക്യാമറാമാൻ ഇതിൽ വ്യൂ ഫൈൻഡറിൽ മാത്രം കാണുന്ന ഒരു വിഷ്വല് പിന്നൊന്ന് കണ്ടു നോക്കാൻ പറ്റില്ല. ഫിലിം മൂടി ഇരുട്ടും അതിൽ പോയി അവിടെ എന്താ പറയുക, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പതിഞ്ഞോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റും. അങ്ങനെ എത്രയോ അത്ഭുതകരമായിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു. പാട്ടിലേക്ക് എത്തുമ്പോൾ കേരള കഫയിലെ കഥയാമ, പിന്നെ അറബിക്കഥയിലെ തിരികെ, പിന്നെ വേറൊരു പാട്ട് പ്രേമിക്കുമ്പോൾ നീയും ഞാനും, ആകാശമായവളെ, അങ്ങനെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, അത്രയേറെ ആളുകൾ സ്വീകരിച്ച പാട്ടുകളും. പൊതുവെ ഇപ്പൊ പറഞ്ഞു കേൾക്കാറുള്ളത് നല്ല എന്താ പറയാ ആത്മാവുള്ള വരികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു താങ്കളെ സംബന്ധിച്ചിട്ട് അത്തരം വരികൾ കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പൊതുവെ ഇത്തരം പാട്ടുകൾ ഞാൻ ഈ ഒരു മ്യൂസീഷ്യൻ പൊതുവെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ മ്യൂസിക്കിനെ മാത്രം കാണുന്നത്. ഈവൻ പല പാട്ടുകാർ പോലും ലിറിക്സ് ഇവരെന്താണ് അവരൊരു പാടുന്നതെന്ന് പോലും അവർക്ക് വലിയ ധാരണ കാണുക. എല്ലാവരും അല്ല, കുറച്ച് പേര്. അപ്പോൾ എനിക്ക് പൊതുവെ പണ്ട് തൊട്ടേ ഈ വരികൾ കൊണ്ടാണ് ഞാനത് ഓർക്കുന്നത്. വരികളെ ഒരു കഥയാക്കി മാറ്റിയിട്ട് ഇത് കഴിഞ്ഞാൽ അതല്ലേ എന്ന് അങ്ങനെ ഓർത്ത് പാട്ട് പഠിക്കാറുണ്ട് ഞാൻ. അങ്ങനെ വരുമ്പോഴേക്കും ഇവര് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പം എനിക്ക് പോരാന്ന് പറഞ്ഞാൽ അതിൻ്റെ കവിത്വത്തെക്കുറിച്ചല്ല, ഈ മ്യൂസിക്കലി നമ്മൾ പാടി നോക്കുമ്പോൾ പോരെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഞാൻ ഓപ്പൺലി പറയും. അല്ല, ഈ ട്യൂണിനനുസരിച്ച് കവിത വന്നിട്ടില്ല, പക്ഷെ കവിത നമ്മളെ ഒരുപാട് കൊതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്യൂൺ മാറ്റും. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളുടെ പരിമിതമായെങ്കിലും ഉള്ള ഒരു കവിതാ ആസ്വാദനത്തെ ഭംഗം വരുത്തുന്ന ഒന്നും പൊതുവേ നമുക്ക് ഞാൻ സമ്മതിക്കാറില്ല. പൊതുവെ എല്ലാത്തിലും എല്ലാപ്പോഴും അബദ്ധങ്ങളെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം പാട്ടുകൾ ഇതിങ്ങനെ ആയേ പറ്റൂ എന്ന് തീരുമാനിക്കുന്ന പാട്ടുകൾ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇവരൊക്കെ എഴുതുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ നമുക്കോ അല്ലെങ്കിൽ അങ്ങനെ കവിതയ്ക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിലാണ് അവർ പലപ്പോഴും എഴുതാറുള്ളത്. അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടുകൂടിയാണോ ആ വരികൾ അങ്ങനെ
പക്ഷേ ആയിരിക്കാം, അവരൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു എനർജിയെ കുറിച്ച് അവരും പറയാറുണ്ട്. വരികൾ ശ്രദ്ധിക്കുന്ന എന്നുള്ള ഒരു കോംപ്ലിമെന്റ് അവർ തരാറുണ്ട്. കഥയമമ ഒന്ന് പാടാവോ? കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം പല കോടി ജന്മങ്ങൾക്കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾക്കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. ഇപ്പം അനിൽ പനച്ചൂരാൻ, റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അൻവർ അലി, അങ്ങനെ ഒരുപാട് പേര് എഴുതുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെയും എഴുത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടാവും. അനിൽ പനച്ചൂരാന്റെ കാര്യം ആദ്യം പറയാം. ഞങ്ങൾ തുടങ്ങിയത് കുറച്ചധികം പാട്ടുകളുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ സ്പോണ്ടനിറ്റി എന്ന് പറയുന്നത് അത് എല്ലാം വളരെ ഭംഗിയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള സ്പോണ്ടനിറ്റി എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താ പറയുക, ഒരു വളരെ വെളിച്ചമുള്ള വരികളായിരിക്കും പുള്ളി. ചെറുതിങ്കൾ തോണി നിൻ പുഞ്ചിരി പോലൊരു തോണി എന്ന് പറയുന്ന കൂവൽപ്പാടകലെ പുള്ളി ചില വാക്കുകൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൂവൽപ്പാട്, വിളിപ്പാട് എന്ന് പറയുന്ന കൂവിയാൽ കേൾക്കുന്ന അത്തരം സ്ഥലം. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇമേജറികള്, ചുണ്ട് ഇങ്ങനെ തോണി പോലെയാണല്ലോ എന്ന് പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ. പിന്നെയും ഒരുപാട് ഇപ്പൊ റിലീസ് ചെയ്യാത്ത ചില പാട്ടുകളുണ്ട്. നസ്രാണി എന്നുള്ള സിനിമയിൽ ഒരു ബാൻഡ് പെർഫോമൻസിന് ഒരു പാട്ട് വേണമെന്ന് പറയുന്നു. ചെറുതാക്കി പറയാം. അപ്പൊ അത് എന്ത് സബ്ജക്റ്റ്? അപ്പൊ രഞ്ജിത്ത് സാറാണ് സ്ക്രിപ്റ്റ്, അദ്ദേഹം ആണ് ബ്രീഫ് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റ് എന്തോ ആട്ടെ, ബാൻഡാണല്ലോ, ഒരു ഹോട്ടലിൽ പെർഫോം ചെയ്യണം. അപ്പൊ സബ്ജക്റ്റ് നമുക്കൊരു രാധാകൃഷ്ണ പ്രേമം ആക്കിയാലോ? അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് ബീറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാക്കാം. അപ്പോൾ ട്യൂൺ കൊടുത്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ യമുനാ തീരെ ഗോപി രാഗവിഹാരം രാസരസാലസരാധ വിരഹകുടീരം എന്നൊക്കെ പറയുന്ന വരികൾ എഴുതി. അപ്പോൾ പല്ലവി കഴിഞ്ഞപ്പോൾ തീർന്നു, എന്താ എഴുതണ്ടേന്നായി. അപ്പോൾ അവിടെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന പയ്യനെ വിളിച്ചിട്ട്, എടാ നീ പോയി ഒരു ഗീതാ ഗോവിന്ദം മേടിച്ചുകൊണ്ട് വരാം, മാതൃഭൂമി ബുക്ക് സ്റ്റോളിൽ നിന്ന്. അപ്പോൾ ചെറിയ ഗീതാ ഗോവിന്ദം. അപ്പോൾ പുള്ളി എഴുതി, അടുത്തത് വരി എഴുതിത്തരാം, നീ അല്ല പറഞ്ഞുതരാം, നീ ട്യൂൺ ചെയ്തായിരുന്നു. അപ്പോൾ ഗീതാ ഗോവിന്ദത്തിൽ ഈ ലോങ്ങിങ് ആണല്ലോ, ഇന്ന് നീ ഇതൊക്കെ ചെയ്തില്ലേ, നാളെ ഇന്നലെ ഇന്നെന്താ വരാത്തത്. അപ്പൊ ഇതാണല്ലോ വർണ്ണന. പുള്ളി അത് വളരെ നഖമുനയാൽ നീ എഴുതിയതാം പ്രണയ പദാവലി നീറി എന്ന പുള്ളി എഴുതും. എനിക്ക് വല്ലാത്തൊരു കോരിത്തരിപ്പ്. അപ്പൊ നഖമുന കൊണ്ട് എഴുതിയ പ്രേമത്തിന്റെ ഡിക്ഷണറിയിൽ നിന്ന് നീറുവാണെന്ന് പറയുന്ന ഒരു ഇത്. അപ്പൊ അങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങൾ പുള്ളി ചെയ്തു തന്നിരുന്നു. റഫീഖേട്ടന് ആണെങ്കിലും ഈ പുള്ളി ഒരു കോമൺ സെൻസിന്റെ ആളും കൂടിയാണ്. വളരെ ബ്രില്യൻ്റ് ആണ്, ബൗദ്ധിക നിലവാരം കൂടിയ ആളാണ്. പക്ഷെ കോമൺ സെൻസും ഉണ്ട് അദ്ദേഹത്തിന്, ഹ്യൂമർ സെൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാം പണ്ടത്തേക്ക് എല്ലാം വായിച്ചിട്ടും ആ കവിതയുടെ വഴികൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇൻറ്റൻസ് ആണ് എഴുതുന്നത്. ഇപ്പൊ തിരമാലയാണ് നീ, കടലായ ഞാൻ, നിന്നെ തിരയുന്നത് എത്രമേൽ അർത്ഥശൂന്യം. അതുപോലെ ഞങ്ങൾ ഒരുമിച്ചൊരു പരിപാടിയിൽ പോകണം. അപ്പോൾ അദ്ദേഹം വായിച്ചൊരു സയൻസിൻ്റെ ഒരു ഇത് വായിച്ചു. അതായത് ഈ മരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേരുകളിലൂടെ എന്ന് അതൊരു പുള്ളി സ്പീച്ചിൽ പറഞ്ഞു. പിറ്റേ ദിവസം ഈ പാട്ടിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എഴുതി, ഇലകളിൽ ചിരികളായി നമ്മൾ വായിച്ചത് പിണയുന്ന വേരിന്റെ വരികളല്ലേ. സന്തോഷും ഹരിയും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി വേറൊരു വൈബിലാണ്. സന്തോഷ് ഈ പറഞ്ഞ പോലെ അങ്ങനെ വാക്കുകൾ കോംപ്രമൈസ് ചെയ്യാതെ അളവിലെഴുതുന്ന ഒരു മാജിക് പുള്ളിക്ക് വളരെ അറിയാം. പണ്ട് ബിച്ചു തിരുമലയൊക്കെ എഴുതിയ പോലെ ആ ഒരു കൃത്യത, ഫില്ലിങ് വേർഡ്സ് അങ്ങനെ ഉപയോഗിക്കില്ല ഇതിനു വേണ്ടി, അങ്ങനെ കോംപ്രമൈസ് ചെയ്യില്ല, അങ്ങനെ എഴുതുന്ന. ഇപ്പൊ വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ
അത് സന്തോഷിനെ ടാക്കിൾ ചെയ്യാൻ ഞാൻ അങ്ങനെ ട്യൂണൊക്കെ കൊടുക്കും. അപ്പോൾ തരരീര തരരീര തരരിരരരിര തരരീര തരരീര തരരാരിരാരി തരരീരാരി തരരിരരര തരരി. വർഷത്തെ കുറിച്ചാണ് മഴ. അപ്പൊ പ്രണയവും വിരഹവും നിറപടമെഴുതിയ പ്രകൃതിതൻ ചുവരിലായി അടയാതെ കാക്കുമൊരു വാതിൽ ഏത് ഋതുവിലും ഇതിലെ നീ വരാൻ. മഴ വരാനേ ഏത് ഋതുവിലും വരും, അടയാതെ തുറന്നു വെച്ച് വയ്ക്കും എന്ന് പറയാണ്. അപ്പൊ ഏത് ഋതുവിലും വരുമല്ലോ ഇടയ്ക്ക് മഴ. അപ്പൊ അങ്ങനെ പുള്ളി എഴുതുന്ന ഒരാളാണ്. ഹരി ഇതേപോലെ തന്നെ ഈ 2 മിനിറ്റ് മതി പുള്ളിക്ക് എഴുതാൻ. പെട്ടെന്ന് എഴുതും. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂൺ പറയണ്ട, അതിനു മുമ്പ് തന്നെ പുള്ളി എഴുതി തരും. അതും നല്ല ക്വാളിറ്റി ഉള്ള വരികൾ എഴുതും. അതുപോലെ കോൺസെപ്ച്വലിയും കറക്റ്റ് ആയിരിക്കും പാട്ടുകൾ. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വരികൾ. അതുപോലെ ശരത്ചന്ദ്രൻ വർമ്മ, ശരത്തേട്ടൻ എഴുതിയിട്ടുണ്ട് വിരളമായിട്ടുള്ള പാട്ടുകൾ, പക്ഷെ രസമുള്ള പാട്ടുകൾ എഴുതുന്നുണ്ട്. അൻവർ അലിയും തങ്കം, അതുപോലെ ഹലാൽ ലവ് സ്റ്റോറി, അതിലെ 2 പാട്ടുകളാണ് എനിക്ക് എഴുതുന്നത്. അൻവർ അലി എന്നല്ലേ ഒരു പദം പോലത്തെ ഒരു അത് ഈ തങ്കത്തിലെ പാട്ടാണ്. മറ്റേ ഇങ്ങനെ ശങ്കരാചാര്യരുടെ അത് ഉപയോഗിക്കാന്നാണ് ആദ്യം പറഞ്ഞത്. എല്ലാരും അത് ഉപയോഗിച്ചിട്ട് ഈ ഐഗിരി നന്ദിനി അത് കുറെ ട്രാക്കുകളിലുണ്ട്. അപ്പൊ അതേ ഇതില് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അൻവർ അലി അതൊക്കെ ചേട്ടൻ അത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് കറക്റ്റ് ആ ഒരു ഇതില് എനർജിയിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ പുള്ളിയുടെ ആ ഒരു വായന ശ്രീനാരായണ ഗുരുവിനെ ഒരുപാട് വായിക്കുന്ന ഒരു ആളാണ്. അപ്പൊ അതിന്റെ മലിന ജഡകരമാകുമി നഗര സരിത്തിലെ സ്വപ്ന സരോവരമേ പുനരുജ്ജീവിത ഗ്രാമീണതയെ എന്ന് പറയാം. അതുപോലെ പലവിധ ദുഃഖപലാശികൾ പടരും ഒരാത്മവനാന്ത വസന്ത ഋതോ എന്ന് അങ്ങനെയുള്ള വരികൾ അദ്ദേഹം എഴുതി. പലവിധ ഭാഗ്യാന്വേഷകർ നിസ്വരുമെത്തിന പൊത്തിലെഴും നിധിയെ. ഈ പൊത്തെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ സാധാരണ അത്തരം ഇതിലൊന്നും കേൾക്കാറില്ല. നാരായണ ഗുരുവിന്റെ ചില കവിതകളിൽ ഇത്തരം സമാനമായ വാക്കുകൾ ഉണ്ട്. തിരമാലയാണു നീ എന്ന് പറയുന്ന റഫീഖ് അഹമ്മദിന്റെ നല്ല പാട്ടായിരുന്നു, പക്ഷെ അത്ര അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒന്ന് പാടുവോ? തിരമാലയാണു നീ കടലായ ഞാൻ നിന്നെ തിരയുന്നതെത്ര മേലർത്ഥശൂന്യം. മുകിലാണു ഞാനതിൻ മഴയായ നിന്നിൽ ഞാൻ തിരയുന്നതിന്നേതൊരാത്മഹർഷം. ഇപ്പൊ ഓരോ പാട്ടിനും ആ ഒരു ശബ്ദം കൂടെ പ്രധാനമാണല്ലോ. കാരണം ആ ശബ്ദം കൂടെ വരുമ്പോഴാണ് ആ പാട്ട് മനോഹരാവുന്നത്. എങ്ങനെയാണ് ഗായകരെ തിരഞ്ഞെടുക്കുന്നത്? ഗായകര് വൈഡായിട്ട് ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല. എനിക്ക് പരിചയമുള്ള കുറച്ച് ചുറ്റുപാടുള്ള പാട്ടുകാരെ പാടിക്കാണ് പതിവ്. പിന്നെ ചിലര് സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഗായകരെ അന്വേഷിക്കും. പൊതുവെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചുറ്റുമുള്ള കുറെ പാട്ടുകാരുണ്ട്, നമുക്ക് പരിചയമുള്ള, അവരെയൊക്കെ ഇങ്ങനെ വിളിച്ച് പാടിക്കുക എന്നുള്ള ഇതാണ് കൂടുതൽ സംഭവിക്കാറ്. അവരൊക്കെ പലതരത്തിലുള്ള പാട്ടുകാരാണ്, പല രീതിയിൽ അവരൊക്കെ നല്ല ഈടുള്ള പാട്ടുകാരാണ്. ഇപ്പൊ പലരും പോപ്പുലർ പ്ലേ ബാക്ക് സിംഗേഴ്സും ഒക്കെ ഉണ്ട്, പുതിയ പിള്ളേരും ഒക്കെ ഉണ്ട്. അവരെ കൊണ്ട് പാടിക്കലാണ് പതിവ്. അപ്പൊ ഇവര് തന്നെ നമുക്കൊരു സാമ്പിൾ സ്പേസ് ആണ് വലിയ. അവർക്ക് ഇന്നത് പാട്ട് ഇന്നാള് പാടിയാൽ മതി, ഓക്കെ ആയിരിക്കും, നല്ലതായിരിക്കും നമുക്ക് തോന്നും. അങ്ങനെ കുറച്ചും കൂടി ഔട്ട് ഓഫ് ദ ബോക്സ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി അന്വേഷണം വൈഡാക്കും. അത്രയേ ഉള്ളൂ. കഥയമ്മ ജയേട്ടൻ, പിന്നെ എന്താ പറയാ അകലെ ഒരു കാടിന്റെ ശ്രേയാ ഘോഷാല്, ആകാശമായവളെ ഷഹബാസ്. അപ്പൊ അങ്ങനെ ഓരോ അതിനൊക്കെ ഇങ്ങനെ ഇവരായിരിക്കണം, അല്ലെങ്കിൽ ഇവര് പാടിയാൽ ആണത് കൂടുതൽ അനുഭവം. ജയേട്ടന്റെ കൊണ്ട് പാടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൊതിയാണ്, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വളരെ ഗോൾഡൻ ഒരു സിംഗിങ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു വല്ലാത്ത കൊതിയാണ്. ഒരു കഥയമ്മയൊന്നും ശരിക്കും അദ്ദേഹം പാടേണ്ട പാട്ടല്ല.
അതുപോലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ടെന്നുള്ള പാട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിന്റെ ജോൺറയിലുള്ള പാട്ടല്ല. അദ്ദേഹം എന്തിനാ ബിജി ഇതൊക്കെ എന്നെ കൊണ്ട് പാടിക്കണമെന്ന് പറയും. പക്ഷെ എനിക്കൊരു ഒരു കൊതിയാണ്. പ്രേമിക്കുമ്പോൾ പുള്ളിക്ക് പറ്റുന്ന പാട്ടാണ്. അതുപോലെ പുള്ളിക്ക് കംഫർട്ടബിൾ ആണ്. അതുപോലെ എൻ്റെ ജനൽ അരികിൽ ഇന്ന് എന്നുള്ള പാട്ടുണ്ട് സുധീപാത്മികത്തില്. അതൊക്കെ പുള്ളിക്ക് കറക്റ്റാണ്. പുള്ളി ഹാപ്പിലി പാടും. മറ്റേത് കൺഫ്യൂസ്, പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. ഞാൻ അടുത്തിരുത്തിയാണ് പാടിക്കുന്നത് പുള്ളിയെ. സാധാരണ കൺസോളിൽ ഇരുന്നിട്ട് അവിടെ ഞാൻ പുള്ളിയുടെ സിംഗിങ് ക്യാബിനിൽ പോയിട്ടാണ് അടുത്തിരുന്നിട്ടാ പാടുന്നത്. 2 ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാ പാടി. ഷഹബാസ് ആകാശമായവളെ പാടുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമായിരുന്നു. ആദ്യം എന്നോട് പാടാൻ പറഞ്ഞു. അത് പല കാരണങ്ങളാലും എനിക്കത് പാടാൻ ബുദ്ധിമുട്ടാന്ന് പറയും. നമ്മൾ ഈ ആവശ്യമില്ലാതെ നമ്മൾ ഈ ഇത് ബിജി ബാൽസിന്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അത്തരം താല്പര്യങ്ങൾ ഇല്ല. അപ്പൊ ഞാൻ അത് മാത്രല്ല, ഷഹബാസ് പാടുമ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ആലാപന രീതി, അത് വളരെ പോയറ്റിക് ആണ്. അദ്ദേഹത്തിന് ഈ പോയട്രി ഇഷ്ടമാണ്. അദ്ദേഹം ഒരു ധ്യാനത്തിൽ എന്ന പോലെയാണ് പാട്ടുകൾ പാടുന്നത്, അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അവർക്ക് അദ്ദേഹത്തിന് അത് പറ്റും എന്ന് തോന്നിയത്. ശ്രേയയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശ്രേയ ഘോഷാല് ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിൽ രാജലക്ഷ്മി ഒരു പാട്ട് പാടിയുണ്ട്, മറ്റൊരു പാട്ട് പാടിയുണ്ട്. ഇപ്പൊ രാജലക്ഷ്മി അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ശ്രേയ ഘോഷാൽ മറ്റേ പാട്ട് പാടാൻ ഫിക്സ് ചെയ്തു. അപ്പൊ രഞ്ജിത്ത് ശങ്കർ ഡയറക്ടർ പറഞ്ഞു, അല്ല ഈ രാജലക്ഷ്മി തന്നെ മറ്റേ പാട്ട് പാടിയാ പോരെ എന്ന് ചോദിച്ചു. കാരണം ക്യാരക്ടറിന്റെ ഒരു ഇതുപോലെ ആ ടോൺ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രേയ ഘോഷാലിന്റെ സ്വരം ഞാനത് തലയിൽ ഫിക്സ് ചെയ്തു പോയി, നമുക്ക് അവരെ കൊണ്ട് തന്നെ പാടിക്കാം. പിന്നെ കവിത എന്നുള്ള രീതിയിൽ അവര് ആ കവിതാരൂപത്തിലും പിന്നെ ആ കലയൊരു കാട് ഈ ബീറ്റിൽ അവർ ഇതുവരെ പാടില്ല. അവര് എന്നോട് പറഞ്ഞു പാടിക്കഴിഞ്ഞിട്ട് ഈ താളത്തിൽ ഹിന്ദിയിലൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല, നല്ല മലയാളത്തിൽ മാത്രം ഇങ്ങനെ ഒരു പോയട്രിയുടെ ഒരു താളമാണ് അത്, അതിൽ നമുക്ക് പാടാൻ പറ്റുള്ളൂ. ശ്രേയെ കൊണ്ടും പാടിക്കുന്നത് എനിക്കിഷ്ടം. പിന്നെ അതൊരു എക്സ്പെൻസീവ് അഫെയർ ആയതുകൊണ്ട് അത്രയുള്ളൂ. പിന്നെ എനിക്ക് വേണ്ടി പാടിയതൊക്കെ വളരെ രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെന്ന് വെച്ചാല് അവരുടെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഈ ഭാഷയെ അവർ പറയുന്ന ശബ്ദമാക്കി മനസ്സിലാക്കിയിട്ടാണല്ലോ അവർ പറയുന്നത്. ഇപ്പൊ തമിഴ് നാട്ടുകാർ ഇവിടെ വന്നിട്ട് മറ്റേ ഇലക്ഷന്റെ പോസ്റ്റർ പെയിന്റ് ചെയ്യുന്നത് പോലെയാണ്. അവർക്ക് ഇതൊക്കെ ഷേപ്സ് മാത്രമാണ്, അക്ഷരങ്ങളൊക്കെ. കാ എന്നെഴുതുന്നത് കായാണോ കീയാണോ അവർക്ക് പ്രശ്നമല്ല, അവർക്കതൊരു ചിത്രമാണ്. ആ ചിത്രമായിട്ടാണ്. അതുപോലെ അവർക്കൊരു ശബ്ദമാണ് ഇതെല്ലാം. ഈ ശബ്ദം എങ്ങനെയാണ് പ്രൊഡ്യൂസ്, അവരിങ്ങനെ ചുണ്ടില് നമ്മൾ നോക്കിയിരിക്കും. ഞാ എന്ന് പറയുന്നത് പ്ലീസ് പ്രൊനൗൺസ് വൺസ് മോർ എന്ന് പറയും. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കും ചുണ്ട് എങ്ങനെയാണ്. അപ്പൊ അതൊരു വളരെ ഒരു എന്തൂസിയാസമാണ്. പൊതുവെ പാട്ടുകാരെ കുറിച്ച് പറയാറുണ്ട്, ഇപ്പത്തെ പുതിയ പാട്ട് അവരങ്ങ് വന്ന് പാടി പോവാന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിനൊരു ആത്മാർത്ഥമായ ശ്രമം കാണാറില്ല. അങ്ങനെ ഉണ്ടോ? അതോ പണ്ടത്തെ പാട്ടുകാരെന്ന് പറഞ്ഞാല് ഫുൾ സോങ് പഠിച്ചിട്ടാണ് പാടുന്നത്. കാരണം അന്നത്തെ സംഗീതം അങ്ങനെയാണ്. ഏറ്റവും ആദ്യം ഈ സ്കൂളിലൊക്കെ ടേപ്പിലൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റ ടേക്കിൽ പാടണം, തെറ്റിയാൽ രണ്ടാമത് എടുക്കണം. ആകെ 2 മൈക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പാടണം. മ്യൂസിക് കമ്പോസറിന് മുമ്പിലിരുന്ന് ഇത് 2 ദിവസം പഠിച്ച് പാടുക എന്ന് പറയുന്ന ട്രാക്ക് സിസ്റ്റം വന്നതോടുകൂടി അത് മാറി. പക്ഷേ യേശുദാസ് സാറിനെ കൊണ്ടൊക്കെ ഒരിക്കൽ പാടിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പല്ലവി മൊത്തത്തിൽ പാടും, അല്ലാതെ ഓരോ വരിയായിട്ടല്ല, മൊത്തത്തിൽ പാടും. തെറ്റിയാൽ വീണ്ടും ആ പല്ലവി മൊത്തത്തിൽ പാടും. അങ്ങനെ ഒരു 3 പ്രാവശ്യമൊക്കെ പാടിയതിനു ശേഷമാണ് നമ്മൾ പഞ്ചിങ്ങിനെ അനുവദിക്കുള്ളൂ. അപ്പൊ അത് അവരുടെ ശീലത്തിന്റെ ഒരിതാണ്. പക്ഷെ ഇത് ഈ സ്റ്റുഡിയോ സിംഗിങ് എന്ന് പറയുന്നത് കേവലം ഈ ആത്മാർത്ഥതയ്ക്കൊക്കെ അപ്പുറം അതൊരു മോക്കിംഗ് ആണ്. അത് എന്താ പറയുക, ഒരു പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ച് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വരി ഇപ്പൊ സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ, ആരെയാണ് ഈ സ്വപ്നം കാണുന്നത്? സൂര്യകാന്തി പൂവിനോട് ചോദിക്കണം. ഈ പാട്ടുകാരിക്ക് ഇത് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. ആ നീലഗഗന വനവീഥിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ, സൂര്യൻ അവിടെ നിൽക്കാണ് ഇവിടെ വരാൻ കഴിയാതെ എന്നീ പാട്ടുകാരി മനസ്സിലാക്കണോ വേണ്ടയോ എന്നുള്ളത് വേറെ കാര്യം. അത് മനസ്സിലാക്കി എന്ന് തോന്നിപ്പിച്ചാൽ മതി. അതിന്റെ ഉത്തരവാദിത്വം മ്യൂസിക് കമ്പോസറിനാണ് ശരിക്കും. ആ തോന്നിപ്പിക്കുന്നു എന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഓവറായിട്ട് ആത്മാർത്ഥത കാണിച്ചാലും പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ
ഒരു പാട്ടിനെ അവരെങ്ങനെ മനസ്സിലാക്കുന്നു അതേപോലെ പാടുക എന്നുള്ളതാണല്ലോ. അവര് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ മനസ്സിലാക്കുന്ന പോലെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം മനസ്സിലാക്കുന്നത് വേറെ. ഈ പല മനസ്സിലാക്കലുകൾ ഒരു പാട്ടിന് ആവശ്യമില്ല, അത് എൻ്റെ മനസ്സിലാക്കൽ മതി ആ പാട്ടിൽ. വലിയ സംവിധായകൻ അത് മാത്രം മതി. അപ്പോൾ അതൊരു ഇൻസ്ട്രുമെന്റ് പ്ലെയറിന്റെ പോലെ ഏറെക്കുറെ അങ്ങനെ. പിന്നെ അതിൽ ഭാഷ വരുന്നു എന്നുള്ളതാണ്. ഭാഷ മര്യാദയ്ക്ക് പറയുക, ശുദ്ധമായിട്ട് അതിന് ആവശ്യമുള്ള ശുദ്ധതയിൽ പറയുക എന്നുള്ളതൊക്കെ തന്നെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അകലെ ഒരു കാടിന്റെ അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടു പെൺപക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ, പൊൻവേണുവിൽ പാട്ടുമൂളും പൂന്തെന്നലിൻ പ്രണയമുണ്ടോ, ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, വേരറ്റു പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛം വായു പ്രവാഹമുണ്ടോ, അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ മുകരാതെ പോയ മധുമധുരമുണ്ടോ. താങ്കളുടെ പാട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരു നാടൻ ശൈലിയും ഒപ്പം തന്നെ ആധുനിക ഈണങ്ങളുടെ ഒരു സമന്വയവും ഉണ്ട്. എല്ലാതരം കേൾവിക്കാരെയും, അതായത് മുതിർന്നവരും ഇപ്പോഴത്തെ യൂത്തിനെയും ഒക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണോ അങ്ങനെ ഒരു സമന്വയം നടത്തുന്നത്? എനിക്ക് എല്ലാ പ്രായക്കാരുടെ ഒപ്പം എൻ്റെ ബുദ്ധിയെ സഞ്ചരിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പഴയ പ്രായക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പുള്ള തലമുറയുടെ പാട്ട് ശീലങ്ങൾ നമുക്കറിയാം, അവരുടെ വാശികൾ എനിക്കറിയാം. നമ്മൾ പല വേദികളിലും കേട്ടിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ തന്നെ പാട്ടുകാരുണ്ട്, അവരുടെ ചില കൺവിക്ഷൻസ്, ഈ ഗോൾഡൻ എന്താണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ടെർമിനോളജികൾ ഒരു വാശി പിടിക്കുന്ന, മറ്റെല്ലാത്തിനെയും കുറ്റം പറയുന്ന കുറേ ആളുകൾ. അതിനൊപ്പം നമ്മൾ പഠിച്ച് ആ സമയത്തുള്ള ശീലിച്ച പാട്ടുകൾ, നമ്മളുടെ കഥകളായി മാറിയിട്ടുള്ള പാട്ടുകൾ, അതിനുശേഷം നമ്മളുടെ മകൾ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ 25 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ടേസ്റ്റുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും, ആ പാട്ടുകൾ കേൾക്കും. അപ്പോൾ ഒന്നിനും എല്ലാത്തിനും അതിൻ്റെ മാജിക് ഉണ്ട്, അല്ലാതെ ഒന്നും ഇത് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ ആൾക്കാർക്ക്. വെറുതെ പോയൊരു പാട്ടോ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാരണം നമ്മൾ അറിയണം. നമുക്കത് ചെയ്യാൻ പറ്റൂല്ലോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അത് ആ റിസപ്റ്റീവ് ആയിട്ടുള്ള ആ ഡീകോഡിങ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ഇരിക്കും. അതാണ് പ്രശ്നം. ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ചില അവസ്ഥയിൽ. പാട്ടിന്റെ വരികൾ കിട്ടുമ്പോഴേ അതിൽ ചിലപ്പം നമ്മൾ സംഗീതം കൊടുത്തു വരുമ്പോൾ ചില തിരുത്തലുകളൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ തിരികെ ഞാൻ അതിനകത്തൊക്കെ അതൊക്കെ കൂട്ടിച്ചേർത്തതാണ്. ആ വരികൾ എന്ന് പറഞ്ഞാല് പനച്ചുരാൻ എഴുതിപ്പോയി, പാട്ടുകളൊക്കെ എഴുതിപ്പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ലാലുവേട്ടനുമായിട്ട് ഇങ്ങനെ പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കും, ഓർക്കസ്ട്ര ചെയ്ത് കേൾപ്പിക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു സോങ് എന്നേ ഉള്ളൂ, സാധാ ഒരു പല്ലവി, അനുപല്ലവി, ചരണം, പല്ലവി, ഇങ്ങനെ തീർന്നു. പക്ഷെ നമ്മളെ കൊളുത്തി വലിക്കുന്ന എന്തോ ഒന്ന്, ഇതാണ് ഈ പാട്ട് എന്ന് അടയാളപ്പെടുത്താൻ ഒരു 2 വരി, അത് നീ ഒരു ഡമ്മി ഇട്ടിട്ട് പനച്ചുരാനോട് പറഞ്ഞാൽ മതി എഴുതാൻ. അപ്പോൾ ഞാൻ ഡമ്മി ചെയ്തൊരു വരി, ഡമ്മി ഇട്ടാലും അതിന് എന്തെങ്കിലും ഒരു വികാരം വേണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. തത്തിന്തകത്തെയ്തോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പഴയ ഈ ശാസ്താംപാട്ടിലൊക്കെ ഉള്ള പ്രയോഗങ്ങൾ. തത്തിന്തക പാതാരവിന്ദം എന്നൊക്കെ പറയുന്ന അത് നമ്മൾ അപ്പൊ മണ്ണിന്റെ ഒരു സാധനമാണത്, നേറ്റീവ് ഇതാണ്. അപ്പൊ തത്തിന്തകത്തെയ്തോ, ചങ്കിൽ കേൾക്കണം മണ്ണിന്റെ താളം, ചങ്കില് അപ്പൊ ഒരു ഫോക്കിഷ് ആയിട്ടുള്ള വരി, വെറുതെ എഴുതിയതാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ ഇത് മതിയുടെ പനച്ചുരാനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നൊക്കെ.
പുള്ളിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് നീ അത് മതി, നീ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യുന്ന. പിന്നെ ചിലപ്പോൾ റഫീഖേട്ടനൊക്കെ എഴുതും മീറ്ററൊക്കെ കൊള്ളില്ല, മീറ്റർ കൊണ്ടില് ബിജി അങ്ങോട്ട് എന്താ വെച്ചാൽ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ചിലപ്പോൾ ഈ ഹുക്ക് ലൈനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മേഘമണിക്കുടയുടെ ഉലകമിത് പടച്ചവനാരോ കാണുകിൽ പറയാമവനു സലാം ചങ്കിന്നൊരിമ്മിണി വലിയ സലാമ സന്തോഷം. അപ്പൊ അതിന് ഹുക്കില് എല്ലാരും ചൊല്ലട്ടങ്ങനെ സലാം സലാം ചൊല്ല ഇമ്മിണി ഇമ്മിണി വലിയ സലാം, അങ്ങനെ വെറുതെ അത് ഞാൻ ഇട്ടതാണ് എഴുതിക്കോട്ടെ. പിന്നെ അതങ്ങ് ഫിക്സ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഈ തിരികെ എന്നുള്ള പാട്ട് വല്ലാത്തൊരു ആ ഒരു ഫീല് കൊണ്ടുവരാൻ ആ പാട്ടിന് പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ചേർക്കലും കൂടെ ബേസിക്കലി കവിത അത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ആ കവിത ശരിക്കും ഒരു വല്ലാത്തൊരു ഗ്രാമം അത് ഞാൻ കൊതിക്കാറുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി പറയുന്നത് ഗ്രാമം എന്നെ കൊതിക്കാൻ, അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. അത് നമ്മുടെ മോഹം മാത്രമാണ്. അപ്പൊ അത് പുള്ളി അത് എഴുതി, അതാണ് അവരുടെയൊക്കെ ഒരു ഗ്രേറ്റ്നെസ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായിൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പൂർമയിൽ കണ്ടു വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തത്തിന്തകത്തെയ്തു 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 ചങ്കിൽ കേൾക്കണം മണ്ണിന്റെ താളം.